ഒരു നാട്ടിൻ മക്കൾ നാം, ഒരു ഞെട്ടിൻ പൂക്കൾ നാം. കലഹങ്ങൾ പിന്നെ എന്തിന്, തമ്മിലി കലഹങ്ങൾ പിന്നെ എന്തിന്. മുസൽമാനും ഹിന്ദു ക്രിസ്ത്യൻ ഒരു സമവാക്യമായി കഴിയേണ്ട കൂട്ടരല്ലേ, ഒരുമയിൽ കഴിയേണ്ട കൂട്ടരല്ലേ. ഒരു നാട്ടിൻ മക്കൾ നാം, ഒരു ഞെട്ടിൻ പൂക്കൾ നാം. കലഹങ്ങൾ പിന്നെ എന്തിന്, തമ്മിലി കലഹങ്ങൾ പിന്നെ എന്തിന്. മുസൽമാനും ഹിന്ദു ക്രിസ്ത്യൻ ഒരു സമവാക്യമായി കഴിയേണ്ട കൂട്ടരല്ലേ, ഒരുമയിൽ കഴിയേണ്ട കൂട്ടരല്ലേ. വെട്ടിമുറിക്കുന്നു, ചുട്ട് കരിക്കുന്നു, വെല്ലുവിളിച്ചിടുന്നു, കൊന്ന് ചിരിക്കുന്നു. വെട്ടിമുറിക്കുന്നു, ചുട്ട് കരിക്കുന്നു, വെല്ലുവിളിച്ചിടുന്നു, കൊന്ന് ചിരിക്കുന്നു. കരുണ മരിച്ചെന്നോ സ്നേഹം നിലച്ചെന്നോ, കരുണ മരിച്ചെന്നോ സ്നേഹം നിലച്ചെന്നോ. തേച്ചുമിനുക്കിടുന്നു, വാളുകൾ തേച്ചുമിനുക്കിടുന്നു. ഒരു നാട്ടിൻ മക്കൾ നാം, ഒരു ഞെട്ടിൻ പൂക്കൾ നാം. കലഹങ്ങൾ പിന്നെ എന്തിന്, തമ്മിലി കലഹങ്ങൾ പിന്നെ എന്തിന്. മുസൽമാനും ഹിന്ദു ക്രിസ്ത്യൻ ഒരു സമവാക്യമായി കഴിയേണ്ട കൂട്ടരല്ലേ, ഒരുമയിൽ കഴിയേണ്ട കൂട്ടരല്ലേ. സ്നേഹം കൊടുക്കുവാൻ ചൊല്ലി മതമല്ല, ചൊല്ലി മറന്ന് നമ്മൾ തമ്മിലടിക്കുന്നു. സ്നേഹം കൊടുക്കുവാൻ ചൊല്ലി മതമല്ല, ചൊല്ലി മറന്ന് നമ്മൾ തമ്മിലടിക്കുന്നു. കനിവുകൾ വറ്റാത്തോരെ മനസാക്ഷിയുള്ളോരെ, കനിവുകൾ വറ്റാത്തോരെ മനസാക്ഷിയുള്ളോരെ. ഒന്നിച്ച് പോരാടാലോ, ഈ തിന്മയെ വേരോട് പിഴുതിടാലോ. ഒരു നാട്ടിൻ മക്കൾ നാം, ഒരു ഞെട്ടിപ്പൂക്കൾ നാം. കലഹങ്ങൾ പിന്നെ എന്തിന്, തമ്മിലി കലഹങ്ങൾ പിന്നെ എന്തിന്. മുസൽമാനും ഹിന്ദു ക്രിസ്ത്യൻ ഒരു സമവാക്യമായി കഴിയേണ്ട കൂട്ടരല്ലേ, ഒരുമയിൽ കഴിയേണ്ട കൂട്ടരല്ലേ. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. ഇന്ന് ഓഗസ്റ്റ് 9 വെള്ളിയാഴ്ചയാണ്. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ അടുത്ത വ്യാഴാഴ്ചയാകുമ്പോഴേക്ക് ഇന്ത്യ മഹാരാജ്യം 77 വർഷം പൂർത്തിയാക്കി 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിന് എല്ലാവിധ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി കാത്തിരിക്കുന്നു. ഇത്തരണത്തിൽ നമ്മുടെ മഹത്തായ ഒരു രാജ്യം ക്ഷേമത്തിലും ഐക്യത്തിലുമായി നീണാൽ വാഴട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ മഹത്തായ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിലും ആ സ്വാതന്ത്ര്യം നിലനിൽക്കുന്നതിലും ഏറ്റവും അധികം സന്തോഷിക്കുന്നവരാണ് മുസ്ലിംകൾ. കാരണം നാം ഈ രാജ്യത്തിന്റെ ഉത്തമ പൗരന്മാരാണ്. രാജ്യത്തിന്റെ ക്ഷേമത്തിലും പുരോഗതിയിലും ആത്മാർത്ഥമായി സന്തോഷിക്കുന്നവരാണ് നാം. രാജ്യത്തിന്റെ ജനങ്ങളുടെ നഷ്ടത്തിലും കഷ്ടത്തിലും
ആത്മാർത്ഥമായി ദുഃഖിക്കുന്നവരാണ് നാം. ഇതിലൊന്നും തന്നെ യാതൊരു കലർപ്പും കാപ്പട്യവും നമുക്കില്ല, ഉണ്ടാകാൻ പാടുള്ളതുമല്ല. അതുകൊണ്ട് തന്നെയാണ് വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോൾ അവരെ സഹായിക്കുവാനും അവിടെ ശേഷിക്കുന്നവർക്ക് താമസിക്കുവാനും അതുപോലെ അവരുടെ ജീവിതത്തെ മാർഗത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളും മറ്റുമൊക്കെ നാം എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കാരണം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥതയ്ക്കും സത്യസന്ധതയ്ക്കും വലിയ പ്രാധാന്യം നൽകുന്ന മതമാണ് ഇസ്ലാം. കാപ്പട്യത്തെ ഏറ്റവും ശക്തമായി എതിർക്കുന്ന ഒരു മതത്തിൽ വിശ്വസിക്കുന്നവരാണ് നാം. ഉള്ളും പുറവും ഒരുപോലെ ആകുന്നതാണ് സത്യസന്ധത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നത് പോലെ പറയുക, ഇതാണ് ഇസ്ലാമിന്റെ മുദ്രാവാക്യം. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സഫ് 2-ാമത്തെ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനീങ്ങളെ, ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കാത്തത് എന്തിനാണ് നിങ്ങൾ പറയുന്നത്? കബറ മഖ്തന ഇൻദല്ലാഹ് അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കാത്തത് ചെയ്യുന്നതാണ് അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങളിൽ പ്രവർത്തിക്കാത്തത് പറയുന്നതാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ദേഷ്യമുള്ള കാര്യമെന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നാം ഈ രാജ്യത്തെ, ഇവിടുത്തെ ജനങ്ങളെ, സ്വാതന്ത്ര്യദിനത്തെ, ദേശീയ പതാകയെ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ സ്നേഹിക്കുന്നതാണ് എന്ന് ആരോടും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല, ആരെയും ബോധ്യപ്പെടുത്താനുള്ളതല്ല. മനസ്സിന്റെ സത്യസന്ധമായ നിലപാടാണത്. എല്ലാ വെള്ളിയാഴ്ചയിലും നമ്മുടെ ഒന്നാമത്തെ ഖുതുബ കഴിയുമ്പോൾ അതേ നാം കേൾക്കുന്നൊരു വാചകമുണ്ട്, ഉപദേശം നേര് പറയുക എന്നതാണത്. എല്ലാവർക്കും അറിയുന്ന കേൾക്കുന്ന ആയത്താണ് യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. അങ്ങനെ നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുമ്പോ വഖൂലൂ ഖൗലൻ സദീദാ, നിങ്ങൾ നിങ്ങളുടെ സംസാരത്തിന്റെ ഇടയിൽ നല്ലത് മാത്രമേ പറയാവൂ എന്ന് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നു. അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ യുസ്ലിഹു ലക്കും അഅ്മാലക്കും, നിങ്ങളുടെ കർമ്മങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ നൽകുന്നു. വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു فقد فاز فوزا عظيما, നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നു. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു നിങ്ങളാണ് ഏറ്റവും വലിയ വിജയി എന്ന് അല്ലാഹു പ്രഖ്യാപിക്കുന്നു. ഫഖദ് ഫാദ ഫൗസൻ അളീമാ, തീർച്ചയായും നിങ്ങൾ മഹത്തായ വിജയിച്ചവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിൽ 70-71 ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, എല്ലാ വെള്ളിയാഴ്ചയിലും ഒന്നാം ഖുതുബ തീരുമ്പോൾ നാം ഇത് കേൾക്കുകയും ചെയ്യുന്നു. ഈ ആയത്തിലെ ഒന്നാമത്തെ കൽപ്പന എന്താണ്? തഖ്വ ഉണ്ടാകണമെന്നാണ്. ഈ രണ്ടാമത്തെ കൽപ്പന പറയുന്നത് നാം പറയുന്നത് നേരായിരിക്കണം, സത്യമായിരിക്കണം എന്നതാ. വഖൂലൂ ഖൗലൻ സദീദാ ഐ മുസ്തഖീമ,
ചൊവ്വായ നല്ല കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ പറയാവൂ. ലാ ഇഅ്വിജാജ ഫീഹി വലാ ഇൻഹിറാഫ്. അതിന്റെ വിശദീകരണത്തില് മഹാനായ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു അതിന്റെ വിശദീകരണം കൊടുത്തത് ലാ ഇഅ്വിജാജ ഫീഹി വലാ ഇൻഹിറാഫ്. നേരെ ചൊവ്വ എന്ന് പറഞ്ഞാൽ വളവും കുളവും തിരിയുമില്ലാതെ നേരിൽ നിന്ന് തെറ്റാതെ സംസാരിക്കണമെന്നാണ്. അതിൽ മറ്റൊന്നും കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല എന്ന് വളരെ വ്യക്തമായതിന് തഫ്സീർ കൊടുക്കുകയാണ്. ഈ അടിസ്ഥാനത്തില് നാം രാജ്യത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് തന്നെ സത്യസന്ധമായിട്ടാണ്, കലർപ്പില്ലാതെയാണ്. എന്നാൽ മുമ്പൊന്നുമില്ലാത്ത രീതിയില് രാജ്യം അതിന്റെ 75ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചപ്പോ ചില തെറ്റായ പ്രവണതകൾ നാം കണ്ടു. ചില തെറ്റായ പ്രവണതകൾക്ക് നാം സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ട്. അതായത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകള് യുപിയിലെ 5 ലക്ഷം മുസ്ലിം വീടുകളിലും മദ്രസകളിലും സ്വതന്ത്ര ദിനത്തിലെ ദേശീയ പതാക ഉയർത്തണമെന്നുള്ള പ്രഖ്യാപനമാണ് അന്ന് കേട്ടത്. അന്ന് അങ്ങനെ നാം കേട്ടു. ഇത് യുപിയിൽ മാത്രമല്ല, നമ്മുടെ കേരളത്തിലും ചില പള്ളികളിൽ സ്വാതന്ത്ര്യ ദിനത്തിന് ഉയർത്താനുള്ള പതാക ആ പ്രദേശങ്ങളിലെ ചില മറ്റുള്ളതായിരിക്കുന്ന പാർട്ടിക്കാർ അതേ വിതരണം ചെയ്ത സംഭവം പോലും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ പോലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. കാരണം നാം മുസ്ലിമീങ്ങൾ ദേശീയ പതാക ഉയർത്തുന്നതിന് എതിരാണ് എന്നവർ പ്രതീതി ഉളവാക്കിയതാണത്. 2 ഇവരാണ് ഇതിന്റെ യഥാർത്ഥ അവകാശികളെന്ന് അവർ വരുത്തി തീർത്തതാണ്. എന്നാൽ സത്യത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരു പങ്കും വഹിക്കാത്തവരാണിവർ. മഹാന്മാരായ അലി സഹോദരന്മാർ കറാച്ചി ജയിലിൽ കഴിയുമ്പോ പ്രായം ചെന്ന അവരുടെ ഉമ്മയുടെ വാക്കെന്താണെന്നറിയോ? ഒരു കാരണവശാലും ബ്രിട്ടീഷുകാർക്ക് നിങ്ങൾ മാപ്പെഴുതി കൊടുക്കാൻ പാടില്ല. ഒരു ഉമ്മയുടെ പ്രഖ്യാപനം തന്റെ മക്കളോട് പറയുന്നത് അവിടുന്ന് രക്ഷപ്പെട്ട് ആ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് വരണമെന്നല്ല. ബ്രിട്ടീഷുകാർക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്? മാപ്പെഴുതി കൊടുക്കാൻ പാടില്ല. മാപ്പെഴുതി കൊടുത്തുകൊണ്ട് നിങ്ങൾ പുറത്തു വരാൻ പാടില്ല. ഞാനത് പൊരുത്തപ്പെടില്ല എന്ന് പ്രായം ചെന്ന ഉമ്മ അലി സഹോദരന്മാരോട് പറയുമ്പോ, എന്നാലോ മറുഭാഗത്ത് വീരസവർഗർ മാപ്പെഴുതി കൊടുത്ത് അൻഡമാൻ നിക്കോബർ ജയിലിൽ നിന്ന് മോചനം നേടിയ കഥ പ്രസിദ്ധമല്ലേ? ഇതാണ് തമ്മിലുള്ള വ്യത്യാസം, മുസ്ലിമീങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം. മാത്രവുമല്ല, കഴിഞ്ഞ 75 വർഷങ്ങള് ഇത് ഓരോന്നിനും ഈ കൂട്ടര് ഒരു രംഗപ്രവേശനവും നടത്തിയിട്ടില്ല. എന്നിട്ടാണ് അവർ ഇത്തരം പ്രവചനങ്ങൾ മുസ്ലിം വീടുകളിലും പള്ളികളിലും പതാക ഉയർത്താൻ അന്നവർ പറഞ്ഞത്. നാം മനസ്സിലാക്കണം, ചിന്തിക്കണം. അതിനുവേണ്ടിയാ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് തുടക്കം കുറിച്ചതും മുമ്പിൽ നിന്ന് പോരാട്ടത്തെ നയിച്ചതും മുസ്ലിമീങ്ങളാണ്. ചരിത്രം പരിശോധിക്കുമ്പോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ തുടക്കക്കാരൻ മഹാനായിരിക്കുന്ന ഷാഹു വലിയുല്ലാഹി ദഹ്ലവി റളിയല്ലാഹു അൻഹു ആണെന്ന് കാണാം. അദ്ദേഹം 1736 അദ്ദേഹം അതാ ഹജ്ജിന് പോവുകയാണ്. ആ വർഷം ദുൽഖഅദ 22 വെള്ളിയാഴ്ച രാവിലെ അദ്ദേഹം കഅബ ശരീഫിന്റെ പരിസരത്ത് ഉറങ്ങുമ്പോ ഒരു സ്വപ്നം കാണുകയാണ്. നിങ്ങളുടെ രാജ്യത്ത് നടക്കുന്ന തെറ്റായ ഭരണത്തിനെതിരെ എന്തുകൊണ്ടാ നിങ്ങൾ ശ്രദ്ധിക്കാത്തത് എന്നായിരുന്നു ആ സ്വപ്നം. ഹജ്ജ് കഴിഞ്ഞ് ബോംബെയിൽ കപ്പലിറങ്ങിയ അദ്ദേഹം ജനങ്ങളോട് പ്രഖ്യാപിക്കുകയാണ്, ഈ വ്യവസ്ഥിതി പൊളിച്ചെഴുതുക തന്നെ വേണം കേട്ടോ. തുടർന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും എഴുത്തുകളും സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയായി തീരുകയാണ്. മരണസമയത്ത് മക്കളാരികൾ വിളിച്ചദ്ദേഹം അവസാനം നൽകിയ വസിയത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള തന്റെ പ്രവർത്തനം തുടരണമെന്നായിരുന്നു.
അങ്ങനെയാണ് മകൻ ഷാഹ് അബ്ദുൽ അസീസ് ദഹ്ലവി രംഗത്ത് വരുന്നത്. അദ്ദേഹം ഫൗജെ ഇലാഹി എന്ന പേരിൽ സ്വാതന്ത്ര്യത്തിനായുള്ള സംഘം രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു പോരാട്ടം നടന്നത് 1856 അന്ന് 10,000-ഓളം മുസ്ലിമീങ്ങളാണ് മരണപ്പെട്ടത്. അതിന്റെ ഭാഗമായി റാവൽപിണ്ടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ ബ്രിട്ടീഷുകാരിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയാണ്. ഇത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് 1857 ഇവിടെ ശിപ്പായികളെ പുറപ്പെട്ടത്. അതാണ് ഒന്നാം സ്വതന്ത്ര സമരമായി പഠിപ്പിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അതിനും ഒരു വർഷം മുമ്പ് തന്നെ മുസ്ലിമീങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം സംഘടിതമായി ആരംഭിച്ചിട്ടുണ്ട്. അന്ന് മുതൽ സ്വതന്ത്ര സമരത്തിന്റെ മുന്നണി പോരാളികളായി പ്രവർത്തിച്ചവരാണ് മുസ്ലിമീങ്ങള്. അവരെ ദേശസ്നേഹവും ദേശീയ പതാകയോടുള്ള സ്നേഹവും പഠിപ്പിക്കാൻ ഇവിടെ ആരും തന്നെ വളർന്നിട്ടില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് മുസ്ലിമീങ്ങളുടെ പാരമ്പര്യം. ഇന്ന് 77ാമത്തെ സ്വാതന്ത്ര്യ ദിനം 78ലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ റബ്ബ് ഇല്ലായ്മയിൽ നിന്ന് അത്ഭുതകരമായ സൃഷ്ടിപ്പ് നടത്തുന്ന റബ്ബിന് ഇതൊന്നും ഒരു പണിയല്ല എന്ന് നമുക്കറിയാം. ഇത്തരണത്തിൽ മുസ്ലിമീങ്ങൾ പഠിക്കേണ്ട പ്രധാനമായൊരു പാഠം ഈമാനും അല്ലാഹുവിനോടുള്ള അടുപ്പവും വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥ രക്ഷ. അല്ലാതെ യാതൊരു മറുമരുന്നും കുറുക്ക് വഴികളും ഇതിനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നാം സഹായിക്കുകയാണെങ്കിൽ, അല്ലാഹുവിന്റെ ദീനിനെ നാം സഹായിക്കുകയാണെങ്കിൽ, യൻസുറുകും വ യുസബ്ബിതു അഖദാമകും, നിങ്ങളെ അല്ലാഹു സഹായിക്കും. നിങ്ങളുടെ കാലുകളെ നിങ്ങളുടെ പാദത്തിന് ഉറപ്പിച്ചു നിർത്താൻ അല്ലാഹു സഹായിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇബ്നു അബ്ബാസ് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിലൂടെ പറയാണ്, ഇന്നി യുഅല്ലിമുക കലിമാത്ത്, നിനക്ക് ചില വാക്കുകൾ ഞാൻ പഠിപ്പിച്ചു തരാ. നീ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കണം. അങ്ങനെ നീ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിച്ചാൽ നിന്നെ അല്ലാഹു സംരക്ഷിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്റെ സ്വഹാബിവര്യനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതിന് ഉത്തരം നൽകാൻ തയ്യാറുള്ളവർ ഉണ്ടാകുന്ന കാലത്ത് സമുദായം അന്തസ്സോടെ ഇവിടെ ലോകത്തെന്നും തല ഉയർത്തി ജീവിക്കും. അതിനാണ് നാം പരിശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ്. പരിശുദ്ധരായ മുഅ്മിനീങ്ങളെ, നമ്മുടെ രാജ്യം 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലേക്ക് കടക്കുമ്പോ വൈദേശികാധിപത്യത്തിനെതിരെ ഐക്യത്തോടെ ഒന്നിച്ചു നിന്നതിന്റെ ഫലമായി 1947 ഓഗസ്റ്റ് 15 റമദാൻ 27 വെള്ളിയാഴ്ച ദിവസമാണ് നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിൽ ഒന്നുറക്കെ ശബ്ദിക്കാൻ പോലും ആകാതെ അടിച്ചമർത്തപ്പെട്ട് കഴിഞ്ഞിരുന്ന ഇന്ത്യ ജനതക്ക് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നേടിക്കൊടുത്തതിൽ അനേകം മഹാത്മാക്കളുടെ കഠിനാധ്വാനത്തിന്റെയും ജീവിതത്യാഗത്തിന്റെയും കഥയുണ്ട്. എന്നാൽ പലപ്പോഴും ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് നാം മറന്നുപോകുന്ന ഒരു വിഭാഗമാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വന്തം ജീവിതവും രക്തവും ധനവും നൽകിയ മുസ്ലിം പണ്ഡിതന്മാർ. ഗാന്ധിജി കീ ജയ് എന്ന് വിളിച്ചതിനോടൊപ്പം തന്നെ മൗലാന കീ ജയ് എന്നും ഈ രാജ്യം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ മാത്രമാണ് സ്വാതന്ത്ര്യം പൂർണ്ണമാകുന്നത്. ഈ രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷമാക്കുന്ന മുസ്ലിമീങ്ങള് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ സമര പോരാട്ട ചരിത്രങ്ങൾ ആർക്കും വായിക്കാൻ കഴിയുന്നതല്ല. കേവലം ബ്രിട്ടീഷുകാരിൽ നിന്ന് മാത്രമല്ല നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയത്. അതിനു മുമ്പ് ഇവിടെ പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും ഡച്ചുകാരും കോളനി വാഴ്ചകൾ നടത്തിയിരുന്നു.
ഇവരെ രാജ്യത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ പുറത്താക്കുന്നത് മുതൽ തന്നെ മുസ്ലിമീങ്ങളുടെ സ്വാതന്ത്ര്യ സമര പങ്ക് ആരംഭിക്കുകയാണ്. അപ്പോ 1731 മുതൽ 1947 വരെയുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആരൊക്കെ മായ്ച്ചു കളഞ്ഞാൽ ശ്രമിച്ചാലും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി മായ്ക്കാനാവാത്ത മുദ്ര പതിപ്പിച്ചവരാണ് ഇന്ത്യൻ മുസ്ലിമീങ്ങൾ. പ്രത്യേകിച്ചും ദാറുൽ ഉലൂമും ദൈവബന്ധി പണ്ഡിതന്മാരും രാജ്യത്ത് ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം മതത്തിന്റെ ഭാഗമാണെന്ന് പ്രഖ്യാപിച്ചത് ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി റളിയല്ലാഹു അൻഹുവാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഏതൊരാളുടെയും ഹദീസിന്റെ സനദ് പുറത്തേക്ക് പോകുന്നത് ഈ മഹാപണ്ഡിതനിലൂടെയാണ്. ഷാഹ് വലിയുള്ളാഹിയുടെ ഈ പ്രഖ്യാപനം ആത്മീയമായ ആരാധനയായി തന്നെ അക്കാലത്ത് മുസ്ലിമീങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അദ്ദേഹം നടത്തിയ വിപ്ലവമാണ് എല്ലാ വൈദേശികാധിപത്യത്തിന്റെയും സ്വാധീനങ്ങളെ തച്ചു തകർത്തു ഒരു പുതിയ സ്വതന്ത്ര ഇന്ത്യ രൂപപ്പെടുത്തുവാൻ അദ്ദേഹം തുടങ്ങിയ സമരമാർഗം രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആദ്യമായി ഫൗജെ ഇലാഹി എന്ന ഒരു പ്രസ്ഥാനം തുടങ്ങിയത് മഹാനായ ഷാഹ് വലിയുല്ലാഹി ദഹ്ലവിയാണ് റഹിമഹുല്ലാഹ്. ഇതിലും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപപ്പെടുന്നത്. ശേഷം അദ്ദേഹത്തിന്റെ മകനായ ഷാൻ അബ്ദുൽ അസീസ് ദഹ്ലവിയും ഷാഹ് ഇസ്ഹാഖ് ദഹ്ലവിയും അടക്കമുള്ള പണ്ഡിതന്മാർ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ചിട്ടുണ്ട്, പരിശ്രമിച്ചിട്ടുണ്ട്, അധ്വാനിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശ് സംസ്ഥാനത്തെ സഹറാൻപൂർ ജില്ലയില് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് വേണ്ടി രൂപം കൊണ്ട ഒരു സ്ഥാപനം തന്നെയാണ് ദാറുൽ ഉലൂം ദൈവബന്ദ്. ഇവിടെ നിന്നും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളെയാണ് അൽ ഖാസിമികൾ എന്നറിയപ്പെടുന്നത്. ആചാരവിനോഭാവ ഈതുകയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ആദ്യമായി ശബ്ദം ഉയർത്തുകയും എല്ലാ പോരാട്ടങ്ങളിലും ആദ്യമായി ത്യാഗം അനുഷ്ഠിക്കുകയും ചെയ്ത ഒരു സ്ഥാപനമാണ് ദാറുൽ ഉലൂം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെട്ടതോടെ ഇന്ത്യയിൽ കാലുകൾ ഉറപ്പിച്ച ബ്രിട്ടീഷുകാർ പ്രധാന എതിരാളികളായ മുസ്ലിമീങ്ങളെ ഉന്മൂലനം ചെയ്യാൻ കച്ചകെട്ടിറങ്ങിയപ്പോ നീണ്ട വസ്ത്രവും താടിയും ഉള്ള ആരെയെങ്കിലും കയ്യിൽ കിട്ടിയാൽ അവർ തൂക്കിലേറ്റി കൊല്ലുമായിരുന്നു. ഡൽഹിയിലെ മാത്രം തന്നെ 500 പണ്ഡിതന്മാരെ അവർ വധിച്ചു കളയുകയാണ്. അങ്ങനെ തൂക്കിലേറ്റി കൊല്ലപ്പെടുത്തുകയാണ് ചെയ്തത്. ഡൽഹിയിലെ ജാമിഅ മസ്ജിദ് പിടിച്ചടക്കി അവിടെയുണ്ടായിരുന്ന മുസ്ലിമീങ്ങളെ കൊന്നുകളഞ്ഞു. വീടുകൾ തല്ലിത്തകർത്ത് സ്ത്രീകളുടെ ചാരിത്രം നശിപ്പിച്ചു. 27,000 പേർ ഡൽഹിയിൽ മാത്രം അന്ന് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഇത്തരം അതിക്രമങ്ങൾ നിറഞ്ഞ സാഹചര്യത്തിൽ സ്വാതന്ത്ര്യ സമര രണാങ്കണത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട മഹാനാണ് ദാറുൽ ഉലൂമിന്റെ സ്ഥാപകനായ ഖാസിം നാനൂത്തവി റഹിമഹുല്ലാഹ്. ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും മധ്യം സമര പോരാട്ടങ്ങൾ നടത്തി, ഒറ്റയ്ക്കും കൂട്ടായും അക്രമങ്ങൾ നടത്തി. തുടർന്ന് ഷെയ്ഖുൽ ഹിന്ദ് മഹ്മൂദുൽ ഹസൻ ദയൂബന്ദിയും ഷെയ്ഖുൽ ഇസ്ലാം ഹുസൈൻ അഹമ്മദ് മദനിയും പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. നിരവധി തവണ മാൾട്ട ജയിലിൽ കിടന്നവർക്ക് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ഷെയ്ഖുൽ ഹിന്ദിന്റെ ജനാദ കുളിപ്പിച്ചവർ പൊട്ടിക്കരഞ്ഞുപോയി. ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ശരീരഭാഗങ്ങളിൽ ദ്രോരങ്ങൾ പോലും ഉണ്ടായെങ്കിലും അവരുടെ പോരാട്ട വീര്യത്തിനൊരൽപ്പം പോലും കുറവ് സംഭവിച്ചിരുന്നില്ല. ഓ മുഅ്മിനീങ്ങളെ, ബ്രിട്ടീഷ് ഗവൺമെന്റിനെ സഹായിക്കലും അവരുടെ കീഴിൽ ഉദ്യോഗങ്ങൾ നോക്കലും ഹറാമാണെന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഹുസൈൻ അഹമ്മദ് മദനി പ്രഖ്യാപിച്ചു.
മൗലാന മുഹമ്മദ് അലി ജൗഹറും അബ്ദുൽ കലാം ആസാദും എല്ലാം ദൈവബന്ദി പാതയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നടത്തിയവരാ. ഇന്നും ദൈവബന്ദിൽ കൂനി മസ്ജിദ് കാണാം. സ്വതന്ത്ര സമര പോരാട്ടം നടത്തിയതിന്റെ പേരിൽ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിലായി കിടന്ന നൂറുകണക്കിന് പണ്ഡിതന്മാരുടെ പിൻഭാഗത്തേക്ക് ബ്രിട്ടീഷുകാർ വെടിവെച്ച് കൊന്നു കളഞ്ഞു. അവരുടെ രക്തത്തുള്ളികൾ ആ പള്ളിയുടെ കാൽഭിത്തികളിൽ പതിച്ച കഥ ഇന്നും ആ പള്ളിക്ക് നമ്മോട് വിളിച്ചു പറയാനുണ്ട്. മുസ്ലിം പണ്ഡിതന്മാരുടെ താടി പഠിച്ചു കളയുകയും ഇംഗ്ലീഷ് അക്ഷരമാലക്രമത്തിൽ അവരെ കെട്ടിത്തൂക്കുകയും നിറയുകയും ചെയ്തു. ഈ ക്രൂരകൃത്യങ്ങളെല്ലാം അഴിഞ്ഞാടുമ്പോൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ജീവിതത്തിന്റെയും മതത്തിന്റെയും ഭാഗമാക്കിയ മഹാപണ്ഡിതന്മാർ പോരാടിക്കൊണ്ടിരുന്നു. അവസാനം രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നെഹ്റു വിദ്യാഭ്യാസ മന്ത്രി പദവി നൽകിയത് ഹുസൈൻ അഹമ്മദ് മദനിക്കായിരുന്നു കേട്ടോ. അധികാരത്തിന്റെ കസാരയ്ക്ക് അപ്പുറം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം തന്നെ കർത്തവ്യമായി ഏറ്റെടുത്ത മഹാനതെല്ലാം നിരസിക്കുകയാണ്. ഇവരുടെ ചരിത്രം ഇന്ന് ചിലർ ബോധാപൂർവം മറക്കുകയാണെന്ന് തോന്നുന്നു. ദക്ഷിണേന്ത്യയിൽ വീരസിംഹം ടിപ്പു സുൽത്താനും കേരളക്കരയിൽ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയും ആലി മുസ്ലിയാറും മഹാനായ മമ്പുറന്തങ്ങളുമെല്ലാം സ്വതന്ത്ര സമരത്തിന് വേണ്ടി പോരാടിയ മുസ്ലിം പണ്ഡിതന്മാരും മഹത്തുക്കളുമാണ്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയതിന്റെ പേരില് സ്വന്തം നാട്ടിൽ നിന്നും നാടുകടത്തപ്പെട്ട മഹാനാണ് മമ്പുറന്തങ്ങളുടെ മകന്. എങ്ങനെയാണ് നമുക്ക് വിസ്മരിക്കാൻ സാധിക്കുന്നത്? സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ നിന്ന് മാറി നിന്നാൽ മക്കയിൽ ജീവിക്കുവാൻ അവസരം നൽകാമെന്ന് പറഞ്ഞ ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് മക്കയിൽ എന്റെ നാട് ഏറനാടിന്റെയും വെള്ളുവനാടിന്റെയും മണ്ണാണ് എനിക്ക് വേണ്ടതെന്ന് പ്രഖ്യാപിച്ച ധീരദേശാഭിമാനികളെ നാം ഓർക്കേണ്ട സന്ദർഭമാണ് മുഅ്മിനീങ്ങളെ. ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ഇത്രത്തോളം പോരാടൽ മതത്തിന്റെ ഭാഗമാക്കാൻ ഈ പണ്ഡിതന്മാരെ പ്രേരിപ്പിച്ചവരുടെ ഭരണരീതിയായിരുന്നു ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ചു ഭരിക്കുക. ഇത് ഫറോവിയൻ തന്ത്രമായി ഖുർആൻ പറഞ്ഞതാണ്. ഇന്ന ഫിർഔന അലാ ഫിൽ അർദി വജഅല അഹ്ലഹാ ശിയഅൻ യസ്തദ്ഇഫു ത്വായിഫതൻ മിൻഹും യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹീ നിസാഅഹും ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ. ഫിർഔൻ നാട്ടിൽ അഹങ്കരിച്ച് നടന്നു. അന്നാട്ടുകാരെ പല വിഭാഗങ്ങളാക്കി മാറ്റി. അവരിൽ ഒരു വിഭാഗത്തെ പറ്റെ തന്നെ ദുർബലമാക്കി കളഞ്ഞു. അവരിലെ ആൺകുട്ടികളെ അറുകൊല ചെയ്തു, പെൺമക്കളെ ജീവിക്കാൻ വിട്ടു. അവൻ നാശകാരികളിൽ പെട്ടവനാണെന്ന കാര്യത്തിൽ സംശയമില്ല. രാജ്യത്തിൽ നിന്ന് ബ്രിട്ടീഷുകാർ വിട്ടുപോകും മുമ്പ് അവർ ഭാഗിയ ഭിന്നിപ്പിന്റെ വിഷമായിട്ടാണ് ഹിന്ദുസ്ഥാനും പാകിസ്ഥാനും ഉണ്ടായത്. എന്നാൽ എല്ലാ ഭിന്നിപ്പിന്റെ ഭരണാധികാരികൾക്കും ജനരോക്ഷത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുടെ വീട്ടിലോട്ട് ആ നാട്ടിലെ ജനത ഉയർച്ചു കയറി ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് രാജ്യം പോലും വിടേണ്ട അവസ്ഥമെങ്കിൽ ഭിന്നിച്ച് ഭരിക്കുക എന്ന ഫാസിസ്റ്റ് തന്ത്രത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഭരണാധികാരികളുടെയും അവസ്ഥ മറ്റൊന്നായിരിക്കില്ല. ഒന്നിച്ചു നിൽക്കുക, ഐക്യം പുലർത്തുക, ഇതാണ് ഫാസിസത്തിനെതിരെയുള്ള ഏറ്റവും വലിയ വിജയതന്ത്രം. പരിശുദ്ധ ദീനും നമ്മോട് ആവശ്യപ്പെടുന്നത് തന്നെയാണ്. വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീആ. നിങ്ങളൊന്നായി അല്ലാഹുവിന്റെ പക്ഷം മുറുകെ പിടിക്കുകയും വലാ തഫറഖൂ, നിങ്ങൾ ഛിന്ന ഭിന്നമായി പോകരുതേ, വിവിധ പാർട്ടികളായി പോകരുതേ. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതില് മുസ്ലിമീങ്ങൾ വഹിച്ച പങ്ക് അവിസ്മരണീയമാണ്. നാം മനസ്സിലാക്കേണ്ടതാണ്. നാം മനസ്സിലാക്കുകയും അത് പ്രാവർത്തികയിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കത് പറയാനും കഴിയണം. الذين يخرجون من ديارهم بغير حق إلا أن يقولوا ربنا الله ولولا دفع الله الناس بعضهم ببعض لهدمت صوامع
وبيع وصلوات ومساجد يذكر فيها اسم الله كثيرا. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം നേടിയപ്പോൾ രാജ്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളായി 3 സംഗതികളെ അംഗീകരിക്കുകയുണ്ടായി. അതിലൊന്ന് മതേതര നിലപാടായിരുന്നു. മതേതരത്വം. എല്ലാ മതത്തെയും രാജ്യം ഒരുപോലെ പരിഗണിക്കലാണ്. ഔദ്യോഗികം അനൗദ്യോഗികം എന്നില്ല. രാജ്യം പരിഗണിക്കുക പൗരനെ മാത്രമാണ്, പൗരന്റേതാണ്. മതം, വിശ്വാസം, ആചാരങ്ങൾ രാജ്യത്തിൻ്റെതല്ല. ഇതാണ് നാനാത്വത്തിൽ ഏകത്വം ഇതാണ് ഇന്ത്യയുടെ പാരമ്പര്യം. ഇവിടെ ജൂതർ, ക്രൈസ്തവർ, മുസ്ലിങ്ങൾ കടന്നുവന്നു. അവരെ സ്വീകരിച്ചത് ഭക്ഷണം, ഭവനം, പള്ളി, വിവാഹം എല്ലാം നൽകിയത് അമുസ്ലിമീങ്ങളാണ്, ഹൈന്ദവ സഹോദരങ്ങളാണ്. അവരത് വർഗീയത കാണിച്ചിട്ടില്ല. ഭരണകൂടം ആരെയും അകറ്റിയ ചരിത്രവുമില്ല. എല്ലാവരും ഒരുമിച്ച് സ്നേഹത്തോടെ ജീവിച്ചു. ഇന്ത്യ ഭരിച്ച മുസ്ലിം ചക്രവർത്തിമാരുടെ ചരിത്രമെന്ന് പരിശോധിക്കോ. അവരുടെ ചരിത്രമെന്ന് പരിശോധിക്കുമ്പോ അവരും രാജ്യഭരണത്തിൽ മതേതര നിലപാട് ഉയർത്തിപ്പിടിച്ചവരായിരുന്നെന്ന് കാണാൻ നമുക്ക് കഴിയുന്നതാണ്. മഹാനായിരിക്കുന്ന ഷഹീദ് ടിപ്പു സുൽത്താൻ അദ്ദേഹം ഒറ്റ ജമാഅത്ത് പോലും മുടക്കാത്ത തികഞ്ഞ സ്വാലിഹായ മനുഷ്യനാണ്. അദ്ദേഹം അമുസ്ലിമീങ്ങളെ ചേർത്ത് നിർത്തി സർവസൈനാധിപൻ പൂർണ്ണയ ശ്രീരംഗപട്ടണത്തെ കൊട്ടാരവളപ്പിൽ ജുമാ മസ്ജിദിലും ശ്രീരംഗനാഥ ക്ഷേത്രവും അടുത്തടുത്ത ടിപ്പുവിന്റെ അരമനവുമായി അതിന് 100 മീറ്ററേ ദൂരമുള്ളൂ. ഹൈദരാലിയുടെയും ടിപ്പുവിന്റെയും കേരളം. അങ്ങനെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ചരിത്രമാണത്. അദ്ദേഹം മലബാറിലും കൊച്ചിയിലും 60-ലധികം ക്ഷേത്രങ്ങൾക്ക് ഭൂമി നൽകിയ രേഖകൾ കോഴിക്കോട് റീജിയണൽ ആർക്കൈവ്സിൽ സൂക്ഷിച്ചത് മനസ്സിലാക്കാൻ കഴിയണം. അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹം ധനസഹായം നൽകിയ 1156 ക്ഷേത്രങ്ങളുടെ ലിസ്റ്റ് ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ടിപ്പുവിന്റെ ചരിത്രമാണ്. അപ്പോൾ മറ്റുള്ളവരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഇത് മതേതര പാരമ്പര്യത്തിന് വിരുദ്ധമായി രാജ്യം ഭരിച്ചത് ബ്രിട്ടീഷുകാരാണ്. അവരെ രാജ്യം എതിർത്ത് തോൽപ്പിച്ചു. അവർ മതവിശ്വാസങ്ങളെ തമ്മിൽ തെറ്റിച്ചു. വർഗീയത വളർത്തി ഹിന്ദു മുസ്ലിം കലാപമുണ്ടാക്കി ഭിന്നിപ്പിച്ച് ഭരിച്ചു. വ്യാജ ചരിത്രം ചമച്ചു. ക്ഷേത്രങ്ങൾ കയ്യേറിയാണ് പള്ളികൾ ഉണ്ടാക്കിയതെന്ന് വ്യാജരേഖകൾ, കള്ളരേഖകൾ ഉണ്ടാക്കി. ഇത്തരം നിരവധി രേഖകൾ ആജാ പാണ്ഡെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇന്നും അതിന്റെ നാശം അവസാനിച്ചിട്ടില്ല. ക്യാമ്പാവി ഉദാഹരണം പറയുകയാണെങ്കിൽ ക്യാമ്പാപ്പി. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാരോട് ക്വിറ്റ് ഇന്ത്യ വിട്ടു പോവുക എന്ന് പറയേണ്ടി വന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ മുമ്പ് ആരോടും പറഞ്ഞിട്ടില്ല. കാരണം അവർ മതത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ചു നാട് നശിപ്പിച്ചു. പിന്നീട് ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ മതേതര മൂല്യത്തിലേക്ക് തന്നെ രാജ്യം മടങ്ങുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണരീതി വേണമെന്ന് പ്രഖ്യാപിച്ചു ഗാന്ധിജി. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചത് ഇന്നല്ലാഹ ജഅലൽ ഹഖ അലാ ലിസാനി ഉമറ വഖൽബിഹി. ഉമറിന്റെ നാവിന്റെ മേലിലും കൽബിന്റെ മേലിലും സത്യത്തെ അല്ലാഹു നിശ്ചയിച്ചു. അപ്രകാരം തന്നെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോ മുറുകെ പിടിച്ച രണ്ടാമത്തെ മൂല്യം ജനാധിപത്യമായിരുന്നു. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളാൽ തെരഞ്ഞെടുക്കുന്ന ജനഹിതം മാനിക്കുന്ന പ്രവർത്തനമാണ്. അത്തരം ഭരണകൂടം ജനാധിപത്യ ഭരണകൂടം. അതിന്റെ വിപരീതം ഏകാധിപത്യമാണ്. അത് സർവനാശമാണ്. ഫറോവയുടെ പാരമ്പര്യമാണ്.
വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന പാപസുരക്ഷിതരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും മറ്റുള്ളവരെ കേൾക്കാൻ കൂടിയാലോചിക്കാൻ അല്ലാഹു കൽപ്പിച്ചു. സൂറത്ത് ആലെ ഇംറാനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ. കാര്യത്തിൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയാലോചിക്കണം. فإذا عزمت فتوكل على الله إن الله يحب المتوكلين. നിങ്ങളൊരു കാര്യം ഉറപ്പിച്ചാൽ അല്ലാഹുവിന്റെ മേൽ ഭരമേൽപ്പിക്കുക. ഭരമേൽപ്പിക്കുന്നവരെ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് കാര്യത്തിലും ജനഭിപ്രായം തേടുമായിരുന്നു. ഇന്ത്യ മഹാരാജ്യം കൈകൊണ്ട മൂന്നാമത്തെ മൂല്യം സോഷ്യലിസമാണ്. മുതലാളിത്ത മാർഗത്തിന് പകരം പൊതു ഉടമസ്ഥതയിൽ അധിഷ്ഠിതമായ സാമൂഹിക ക്രമമാണത്. പൊതുമേഖലയ്ക്ക് പ്രോത്സാഹനം നൽകുന്നു. സാമ്പത്തിക സമത്വം ഉൾപ്പെടെ എല്ലാ പൗരന്മാർക്കും തുല്യ ഉറപ്പുവരുത്തുന്നു. അതിന്റെ മറുഭാഗം മുതലാളിത്തത്തിൽ അധിഷ്ഠിതമായ സാമൂഹ്യ ക്രമമാണ്. അതാണ് ബ്രിട്ടീഷുകാർ നടപ്പാക്കിയിരുന്നത്. സ്വാതന്ത്ര്യം ലഭിച്ച് 3/4 നൂറ്റാണ്ട് പിന്നിടുമ്പോ ഇന്ന് നാം കാണുന്നത് ഈ മഹത്തായ മൂല്യങ്ങളെല്ലാം കാറ്റിൽ പറത്തുന്ന സർവാധിപത്യ ഭരണകൂടത്തെയാണ്. ഇന്ന് രാജ്യമൊട്ടുക്കും വർഗീയത വ്യാപകമായിരിക്കുന്നു. ഒരു വിഭാഗത്തിന് എന്തും പറയാം, ചെയ്യാം, ആരും ചോദിക്കാനില്ല. രാജ്യം കത്തിയെരിയുന്നു. പ്രധാനമന്ത്രി പ്രതികരിക്കണമെന്ന് പറയാൻ അവിശ്വാസ പ്രമേയം വേണ്ടിവന്നു. എന്നിട്ടും ലോകസഭയിൽ വരില്ലെന്ന് വാശി പിടിച്ചു. മറുഭാഗത്ത് മതഘോഷയാത്രകൾ വർഗീയ കലാപങ്ങൾക്ക് കാരണമാകുന്നു. മുസ്ലിം ക്രൈസ്തവ ആഘോഷങ്ങളിൽ അവർ ഇത് ചെയ്യുന്നില്ല. പള്ളികൾ കത്തിക്കൽ സ്ഥിരം ഏർപ്പാട്. അതിനെതിരെ ഒരു ക്ഷേത്രത്തിന്റെ ഒരു ഓട് മുസ്ലിമീങ്ങൾ തൊട്ടിട്ടില്ല. അത് പറയാൻ മീഡിയകളില്ല. ഒരു വിഭാഗത്തിന്റെ വീടുകൾ, സ്ഥാപനങ്ങൾ ബുൾഡോസറിംഗ് ചെയ്യുന്നു. ഒരു കാരണവുമില്ല. നോട്ടീസില്ല, കേസില്ല, കോടതിയില്ല, ജപ്തിയില്ല. സ്വയം കേസെടുത്ത് നിർത്താൻ പറഞ്ഞപ്പോഴേ നിന്നുള്ളൂ. മുസ്ലിമീങ്ങൾ ഒരൊറ്റ വീടോ സ്ഥാപനമോ ഇതുവരെ തകർത്തിട്ടില്ല. അപ്രകാരം സാമ്പത്തികമായി തകർന്നു. രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റു. രാജ്യത്തിന്റെ സമ്പത്ത് ചുരുക്കം ചിലരിൽ കേന്ദ്രീകരിച്ചു. സർവത്ര വിലകയറ്റം. എന്തെങ്കിലും ശ്രദ്ധിച്ചാൽ ഇങ്ങനെ ഈ സർവാധിപത്യത്തിനെതിരെ രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ സംഘടിച്ചിരിക്കുന്നു എന്നതാണ് ശുഭസൂചന. ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഈ തിന്മയെ തിന്മയായി കണ്ട് പ്രതികരിക്കാതിരിക്കില്ല. അത് ലോകത്തിന്റെ ചരിത്രമാണ്. എത്ര മൂടിയാലും നീതി നടക്കാതിരിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിൽ ഈ വിഷയം പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാം. എന്താണ് അല്ലാഹു തആല പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറയുന്നത്? സൂറത്തുൽ ഹജ്ജിലെ അല്ലാഹു പറയുന്നത് 40-ാമത്തെ ആയത്തിലെ അല്ലദീന യുഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ അൻ യഖൂലൂ റബ്ബുനല്ലാഹ് വലൗലാ ദഫ്ഉല്ലാഹി الناس بعضهم ببعض لهدمت الصوامع وبيع وصلوات ومساجد يذكر فيها اسم الله كثيرا ولينصرن الله من ينصره إن الله لقوي عزيز. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാതൊരു ന്യായവും കൂടാതെ ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയുന്നതിന്റെ പേരിൽ മാത്രം തങ്ങളുടെ ഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ് അവര്. അമനുഷ്യരിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് അല്ലാഹു തടവിലാക്കുന്നില്ല എന്നുവെങ്കില് സന്യാസി മഠങ്ങളും ക്രിസ്തീയ ദേവാലയങ്ങളും യഹൂദ ദേവാലയങ്ങളും ഒക്കെ
അള്ളാഹുവിന്റെ നാമം ധാരാളമായി പ്രകീർത്തിക്കപ്പെടുന്ന മുസ്ലിം പള്ളികളും തകർക്കപ്പെടുമായിരുന്നു. തന്നെ സഹായിക്കുന്നതാരോ അവനെ അള്ളാഹു തീർച്ചയായും സഹായിക്കും. ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. തീർച്ചയായും അല്ലാഹു ശക്തനും പ്രതാപിയും തന്നെയാണ്. ഇവിടെ 4 കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. 1, നിരപരാധികളെ ഭവനരഹിതരാക്കുന്നത് ന്യായീകരിക്കാനാവാത്ത തിന്മയാണ്. 2, അതിനെതിരെ ജനങ്ങൾ ഉയർത്തി നിൽക്കും. 3, മതകേന്ദ്രങ്ങൾ ഒന്നും തകർക്കപ്പെടേണ്ടതല്ല. 4, ഇലാഹി മാർഗത്തിൽ ഉറച്ചു നിൽക്കുക. അല്ലാഹുവിന്റെ നുസ്രത്ത് സഹായം ഉണ്ടാകാതിരിക്കില്ല. ആ വഴിക്ക് നീങ്ങളാണ് വേണ്ടത്. രാജ്യം അതിന്റെ പഴയ കാലത്തിൽ നന്മയിലേക്ക് മടങ്ങി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകട്ടെ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമര മുസ്ലിം പണ്ഡിതന്മാരെയും നാം മനസ്സിലാക്കണം. അവർക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കണം. നമ്മുടെ പരിപാടികളിൽ അവർക്കൊക്കെ വേണ്ടി നാം പ്രാർത്ഥിക്കുകയും അവർക്കൊക്കെ വേണ്ടി നാം അവരുടെയൊക്കെ പേരുകൾ പറഞ്ഞ് അനുസ്മരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. കേട്ടതും പറഞ്ഞതും അല്ലാഹു സ്വാലിഹായ കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വല്ലൂ അലൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് വ ആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.